നമസ്കാരം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് രണ്ടാഴ്ച മാത്രം അവശേഷിക്കെ UDFന്റെ കരങ്ങളിലേക്ക് കേരളത്തിലെ ഭരണം പോകുന്നു എന്ന് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ഒരു അവലോകനമുണ്ടല്ലോ, അവലോകനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് വേണോ, VD സതീശൻ വേണോ, അതുപോലെ രമേശ് ചെന്നിത്തല വേണോ, KC വേണുഗോപാൽ വേണോ എന്ന രീതിയിൽ അടി ഉണ്ടാകുന്നു എന്ന നിലയിലുള്ള വർത്തമാനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ട് UDFന്റെ കോട്ടയിലേക്ക് വോട്ടുകൾ പോയി. ഇവിടെ ജാതി തിരിച്ചാണ് ഇപ്പോൾ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ അസഹിഷ്ണുതയുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗമായിരുന്നു. അതിന് കാരണമുണ്ട്. ആ കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നല്ലൊരു ഭാഗം മുസ്ലിം വോട്ടുകൾ UDFലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ ഇനിയിപ്പോൾ STP എന്നോ പോപ്പുലർ ഫണ്ട് എന്നോ വേറെ എന്തെങ്കിലോ തീവ്രവാദി എന്നോ വെറുതെ വിളിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു മനുഷ്യനാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ സംഘടനയിലോ അംഗമാണ്. അത് നായേഴ്സ് ആയാലും ശരി തന്നെ, ഇനി മറ്റെന്തെങ്കിലും ആയാലും ശരി തന്നെ, അയ്യങ്കാളി ആയാലും ശരി തന്നെ, ഏതിലെങ്കിലും ഒന്ന് അംഗമായിരിക്കും. അത് മുസ്ലിം വിഭാഗം ആയതുകൊണ്ട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ജമാഅത്തെ ഇസ്ലാമിന്റെ ചർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ലോണം വന്നിരുന്നു. അതവിടെ നിൽക്കട്ടെ. LDFന്റെ കൊട്ടയിലേക്ക് പോകേണ്ട മുസ്ലിം വോട്ടുകൾ പോലും UDFന്റെ കൊട്ടയിലേക്ക് പോയതിന് കാരണങ്ങളുണ്ട്. അതായത് ഇവിടെ BJPയും CPMും ഒരേ നിലപാടെടുത്തു എന്നതാണ് അതിന്റെ പ്രധാന കാരണം. നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ, മുസ്ലിങ്ങൾ എന്താണ് കഴിഞ്ഞ കുറച്ചു കാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. SIRന്റെ കാലഘട്ടം, അതിനു മുമ്പ് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. ആ ചർച്ചകളും ആശങ്കകൾ പടർത്തുന്നതുമൊക്കെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് അറിയാവുന്നവർക്കറിയാം. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് SIR എന്ന ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു പ്രധാനപ്പെട്ട വശം നടക്കുന്ന സമയത്ത് അത് ഒരു വിഭാഗത്തെ പുറത്താക്കാനാണ് എന്നുള്ള പ്രചരണം വന്നപ്പോൾ അത് വലിയൊരു വിഭാഗം വിശ്വസിച്ചു. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ പ്രചരണങ്ങളും മറ്റും നടക്കുന്നത്. ഒരു ഉദാഹരണത്തിന് BJP കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന് താറടിക്കാൻ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള യാതൊരു വിധത്തിലുള്ള നിയമ മാറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റ് നടപടികളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിന് ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടിയും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ മുസ്ലിം വിഭാഗം അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് മുസ്ലിം വിഭാഗത്തിന് തന്നെയാണ്, മുസ്ലിം പെൺകുട്ടികൾക്കൊക്കെ തന്നെയാണ്. അത്തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും മറ്റ് വഴികളും മാർഗങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേത് സർക്കാരിനേക്കാളും കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇപ്പോ ഹജ്ജ് തന്നെ, ഇപ്പോ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാം, മുമ്പ് ഒരു പുരുഷൻ കൂടെ വേണമായിരുന്നു. അതുപോലെ തന്നെ വ്യാപകമായി നടന്നിരുന്ന ഹജ്ജ് ഉംറ വിഭാഗങ്ങൾ നടന്നിട്ടുള്ള ട്രാവൽസിന്റെ കൊള്ള അറിയാം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ട്രാവൽസുകൾ കൂട്ടിപ്പോയതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. അതിലൊക്കെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് മുസ്ലിം വിഭാഗമാണ്, സംശയം ഉണ്ടാ കാര്യത്തിൽ. എന്നാൽ അതേ പാർട്ടി തന്നെ അധികാരത്തിലിരിക്കാൻ വേണ്ടി മുസ്ലിം വിഭാഗത്തെ കുത്തിയിരിക്കുന്നു. അവർ ഇവിടെ ഭീകരവാദികളാണ്, മറ്റതാണ് മറിച്ചതാണ് എന്ന നിലയിൽ പ്രചരിപ്പിച്ച് സമൂഹത്തിലെ അടിത്തട്ടിലുള്ള ഹിന്ദു വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ സംഘികളാക്കി മാറ്റി, അവരെ മുസ്ലിം വിഭാഗത്തിനെതിരാക്കി മാറ്റി, മുസ്ലിങ്ങളിൽ ഭീകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി, ജീവിക്കണോ മരിക്കണോ എന്നൊരു ആശങ്ക പോലും ഉണ്ടാക്കി, ആ വിഭാഗത്തെ ദ്രോഹിക്കാൻ വേണ്ടി ഹിന്ദു വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ മാനസികമായി പാകപ്പെടുത്തി അവരുടെ വോട്ട് വാങ്ങി വിജയിക്കാൻ വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ ഇത്? മുസ്ലിം വിഭാഗത്തിന് ഒരു ദ്രോഹവും ഗവൺമെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അവരെ ഭർഷിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ളവരുടെ വോട്ട് നമുക്ക് കിട്ടൂ എന്ന നിലയിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിലും അതുണ്ടായില്ലേ? BJPയുടെ സ്ഥാനാർത്ഥികൾ ചിലരെങ്കിലും അവരുടെ പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളും എടുത്തു പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അത് മാത്രമല്ല, കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നപ്പോൾ 140 സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിലെ മൈനോറിറ്റി മോർച്ച മുസ്ലിം കഴിവില്ലാത്തൊരു അല്ലല്ലോ, അതിലുള്ള മുഴുവൻ ആൾക്കാരും കഴിവുള്ളവരുണ്ടല്ലോ, അതിലുള്ള ഒരു അമർഷവും പിന്നെ വോട്ട് ബാങ്കിന് വേണ്ടി തങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, തങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ വിഭാഗത്തിലെയും അല്ലാത്തയുമുള്ള BJP, RSS, സംഘപരിവാർ വിഭാഗങ്ങളുടെ കുറെ ആന്റി സോഷ്യലിസ്റ്റ്, അവരുടെ അതിക്രമങ്ങൾ, സോഷ്യൽ മീഡിയ പരാക്രമങ്ങൾ, ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ മൈനോറിറ്റി മോർച്ചയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പോലും ഒരുപക്ഷെ ഇടതുപക്ഷത്തിനോ UDFനോ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയിലുള്ള അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ടുള്ള മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് മാറും എന്ന് ചിന്തിക്കണം. ഇവിടെ യാതൊരു വിഷയവുമില്ലാതെ, ഒരു ഹിന്ദു മുസ്ലിം ഒരു പ്രശ്നമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഇവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് വോട്ട് കൊടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഉറപ്പായ 4-5 സീറ്റുകൾ ഉണ്ടായിരുന്നു BJPക്ക്. ആ സീറ്റുകൾ പോലും ഇപ്പോൾ തൃശങ്കൂല.
BJP-യിൽ മുസ്ലിം വോട്ടുകളില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. BJP-യിൽ വലിയൊരു ഭാഗം മുസ്ലിം വോട്ടുകളുണ്ട്. ആ മുസ്ലിം വോട്ടുകൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് ചെന്ന് ചേരാതെ, അതായത് BJP-യുടെ അതേ നയം തന്നെ ഇടതുപക്ഷം ഇവിടെ എടുത്തപ്പോൾ അത് ഇടതുപക്ഷത്തേക്ക് ചെന്ന് ചേരാതെ അത് UDF-ലേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ എല്ലാം കൂടെ നോട്ടേക്ക് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. BJP-യുടെയും ഇടതുപക്ഷത്തിന്റെയും മുസ്ലിം വോട്ടുകൾ നല്ലൊരു ഭാഗം അവിടെ നിന്ന് കൊഴിഞ്ഞു പോയി നേരെ UDF-ന്റെ കൊട്ടയിലേക്ക് വീണിട്ടുണ്ടാകും. അങ്ങനെ വീണതുകൊണ്ട് തന്നെ UDF-ന് ഇവിടെ ഒരു വിജയ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ വിജയ സാധ്യത വന്നു കഴിഞ്ഞാൽ UDF-ന്റെ നേതൃത്വം നേരത്തെ പറഞ്ഞതുപോലെ ആര് നേതാവാകണം, ആരെന്താകണം എന്നതിലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഉള്ളത്. സത്യത്തിൽ ആ അടിയും ബഹളവുമാണ് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകാൻ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കൊണ്ടാലും കൊടുത്താലും കിട്ടിയാലും മാന്തിയാലും പിച്ചാലും പഠിക്കൂല എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു നയമാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ജനം UDF-ന് വോട്ട് കൊടുത്തത്. Different angles. Don't forget to subscribe and support this channel.